morning all. Good morning. Okay, എല്ലാവരും കേറുന്നുണ്ടെന്ന് തോന്നുന്നു. Good morning. Okay, കഴിഞ്ഞ ദിവസം എടുത്തത് എവിടെ വരെയാണോ വായിച്ചു നോക്കിയായിരുന്നോ? Okay, വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇങ്ങനെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവിടെ വെച്ചേക്കാനോ? അപ്പൊ വായിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എവിടെ വരെയായിരുന്നു നിർത്തിയത്? ട്രേഡ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? എത്ര തരാം? കഴിഞ്ഞ ദിവസം ഡെവലപ്പർ സിസ്റ്റം അപ്രോച്ച് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഐഡിയോളജിക്കൽ ലിങ്കിങ് വരെയാണ് പറഞ്ഞത്. അപ്പോ ഈ ക്ലാസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല അല്ലെ? ഡെവലപ്പർ സിസ്റ്റം അപ്രോച്ചിന്റെ ഐഡിയോളജിക്കൽ ലിങ്കിങ് അല്ലെ? ഓക്കെ, നമുക്ക് ക്ലാസ് മിസ്സായിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ ക്ലാസ്സിൽ ചെറിയ ഭാഗം പെൻഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോ ബാലൻസ് നോക്കാം. ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഡെവലപ്പിന്റെ സിസ്റ്റം അപ്രോച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ചിൽ നമ്മൾക്കറിയാം നല്ലൊരു എംപ്ലോയിയുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയർ നല്ല റിലേഷൻഷിപ്പ് മാത്രമല്ല അല്ലെ, പുറത്തുനിന്നുള്ള എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടേംസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യില്ല അല്ലെ? അത് മാത്രമല്ല നല്ല പോളിസികള് നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് വിചാരിച്ച ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഡെവലപ്പ് ആ ഒരു സിസ്റ്റം അപ്രോച്ചിനെ വ്യത്യസ്ത രീതിയിൽ തന്നെ അവിടെ കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് തന്നെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ കണ്ടു പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം അല്ലെ? അവിടെ പ്രധാനമായിട്ടും 3 കീ പാർട്ടിസിപ്പൻസ് ആണോ ഉള്ളത് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഒരു മെയിൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിയനുകൾ ഉണ്ടാവും. ദെൻ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അവിടെ നിലകൊള്ളുന്നുണ്ടാവും. ദെൻ അതേപോലെ തന്നെ ഗവൺമെന്റ് തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു കമ്പനി ആണെങ്കിലും ഫേം ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എല്ലാവിധ ഗവൺമെന്റിന്റെ പെർമിഷനും കാര്യങ്ങളും എല്ലാം ലഭ്യമായതിൽ മാത്രമാണ് അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ള എല്ലാവരുമായിട്ട് നല്ലൊരു സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻസ് നമ്മൾ തമ്മിൽ ഉണ്ടാവണം. അതായത് ആ കമ്പനി തമ്മിൽ ഉണ്ടായിരിക്കണം. എംപ്ലോയി റിലേഷൻഷിപ്പിന് മാത്രം ബന്ധം സ്ഥാപിക്കുകയല്ല അവിടെ വരുന്നത്. യൂണിയനായിട്ട് നല്ല ടേംസ് ഉണ്ടാവണം. മാനേജ്മെന്റ് ആയിട്ട് ഗവൺമെന്റ് ആയിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം these interactions involve 3 main levels known as the subsystem of the industrial relation system. ഓക്കെ, നമുക്ക് അതിനെ സബ്സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് പോകാവുന്നതാണ്. ജസ്റ്റ് നമ്മളത് പറഞ്ഞതാണ്.
Then ideological linking. എന്താണ് ഐഡിയോളജിക്കൽ ലിങ്കിങ്ങിൽ ഇവിടെ മീൻ ചെയ്യുന്നത്? The relations among the parties are managed largely by an ideological linking. According to Dunlap, an ideology is a set of ideas and beliefs commonly held by the actors that help to build or integrate the system together as an entity. നമുക്കറിയാം ആ ഓർഗനൈസേഷന് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും യൂണിയനും ഗവൺമെന്റിനും അതേമാതിരി തന്നെ എന്താണ് തൊഴിലുടമയ്ക്ക് അല്ലെ മാനേജ്മെന്റിന് എല്ലാം ഫേവറബിൾ ആയിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെ അവരുടെ ഐഡിയകൾ അല്ലെ അവര് തീർച്ചയായിട്ടും നമുക്ക് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് ഐഡിയാസ് ആ വിശ്വാസത്തിൽ എടുക്കുന്ന അല്ലെ എംപ്ലോയീസിനൊക്കെ വിശ്വാസത്തോടു കൂടി എടുക്കുന്ന സെറ്റ് ഓഫ് ഐഡിയാസ് എല്ലാം തീർച്ചയായിട്ടും അവിടെ അക്ടേഴ്സിന്റെ ഇടയിൽ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടാവും. അവർ തന്നെയാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെ കൂട്ടിച്ചേർത്തിട്ടാണ് ഓർഗനൈസേഷനിലെ ലക്ഷ്യങ്ങൾ നേടി പോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരുമായിട്ട് ഐഡിയാസ് ലിങ്കിങ് ആയിരിക്കും. എംപ്ലോയീസ് മാത്രം പാലിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ ലക്ഷ്യം സാധിക്കില്ല. അതായത് എംപ്ലോയറും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം അല്ലെ. അപ്പൊ എന്തൊക്കെ ഐഡിയ ആണോ തീർച്ചയായിട്ടും എംപ്ലോയർ എന്തെങ്കിലും ഐഡിയ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അത് എംപ്ലോയിക്കും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഐഡിയാസ് ആയിരിക്കും അല്ലെ. അപ്പൊ മോസ്റ്റ്ലി എല്ലാവരും തമ്മിൽ എന്താണ് ആക്ടേഴ്സ് തമ്മിലൊക്കെ ലിങ്ക് ചെയ്യുന്ന തരത്തിലുള്ള സെറ്റ് ഓഫ് ഐഡിയാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡിയോളജി എന്ന് പറയുന്നത്. ഈ ഐഡിയോളജി ലിങ്കിങ് പ്രധാനപ്പെട്ടതാണ്. അതായത് എല്ലാവർക്കും ഫേവറബിൾ ആയ തരത്തിലുള്ള ഐഡിയാസ് ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Then context or environment. അതായത് നമുക്കറിയാം നമ്മളിപ്പോ ഇതൊരു സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റൽ സിറ്റുവേഷൻ ആയിരിക്കില്ല പിന്നീട് വരിക അല്ലെ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വ്യത്യസ്തങ്ങളായിട്ട് വരുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സാധ്യതയുണ്ടോ? അങ്ങനെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരുമോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റൽ സിറ്റുവേഷൻസ് ആയിരിക്കുമോ പിന്നീട് ഉണ്ടാവുക? വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? സാധ്യതയുണ്ടാവോ? എൻവയോൺമെന്റൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ? നമ്മളെ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. The framework within which the participants interact is known as environment. According to Dunlap, the three types of environmental are relevant to industrial relations which are as follows. അതായത് നമുക്കറിയാം ഈ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരു സിറ്റുവേഷൻ ഒരു എൻവയോൺമെന്റൽ നേച്ചറിലായിരിക്കും ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അവർക്ക് മൂന്ന് കൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. Then ഇവിടെ നോക്കുക, according to Dunlap, three types of environmental are relevant to industrial relations which are as follows. അല്ലെ, മൂന്ന് തരത്തിലുള്ള ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഈ ഐഡിയാസ് ഒക്കെ അവർ ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. അത് എന്തൊക്കെ തരത്തിലുള്ള റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്? ഫസ്റ്റ് വൺ, ദ ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. നമുക്കറിയാം ടെക്നോളജി അല്ലെ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ സവിശേഷതകള് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ എന്തായാലും ഏതൊരു ഫേം ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും അത് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ എക്കണോമിക് ഓർ മാർക്കറ്റിംഗ് കൺസ്ട്രെയിൻസ് ആൻഡ് നമുക്കറിയാം ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയും ആ മാർക്കറ്റിന്റെ ആ സിറ്റുവേഷൻസ് ആ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അത് മസ്റ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ ഐഡിയാസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ദ ലോക്കസ് ആൻഡ് ബാലൻസ് ഓഫ് പവർ പ്രിവാലന്റ് ഇൻ സൊസൈറ്റി. തീർച്ചയായിട്ടും നമുക്കറിയാം സൊസൈറ്റിയിൽ അല്ലെ മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോ നിലവിൽ അല്ലെ ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കുമ്പോൾ അറ്റ് എ ടൈമില് സൊസൈറ്റിയുടെ ആ ഒരു നേച്ചർ അല്ലെ ആ ഒരു ശക്തി അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം അവരുടെ താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാലൻസിങ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഐഡിയാസും കാര്യങ്ങളൊക്കെ എൻവയോൺമെന്റൽ ഫീച്ചേഴ്സിനോട് അനുബന്ധിച്ച് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ മൂന്ന് റെലവെന്റ് ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ടെക്നോളജിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. സ്റ്റാർട്ടിങ്ങിൽ ടെക്നോളജിക്കൽ ഫാക്ടർ കൺസിഡർ ചെയ്യണം. ദെൻ എക്കണോമിക് ആൻഡ് മാർക്കറ്റ് കൺസ്ട്രെയിൻസ് അല്ലെ, നമ്മുടെ വിപണി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് അത് കൺസിഡർ ചെയ്യണം. ദെൻ ലോക്കസ് ആൻഡ് ബാലൻസ് ഓഫ് പവർ
prevalent in society അല്ലെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ലോക്കസ് കൺട്രോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സമൂഹം നമ്മുടെ സർവീസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അത് ആ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ അത് കൂടുതൽ അവരുടെ ശക്തിയും കൂടി നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് ഇത്തരം 3 കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ആരുടെ തിയറിയിൽ പറയുന്നത് ഡെവലപ്പിന്റെ സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത് ഡെവലപ്പിന്റെ സിസ്റ്റം അപ്രോച്ചിൽ 3 പ്രധാനപ്പെട്ട ആക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് യൂണിയൻ മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ് ആണ് ദെൻ ഐഡിയോളജി ലിങ്കിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ദെൻ ഇവർക്കെല്ലാം ഫേവറബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഐഡിയാസ് ആയിരിക്കണം എന്ന് പറയുന്നു അതേപോലെ തന്നെ എൻവയറമെന്റൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടി പറയുന്നുണ്ട് relevant ആയിട്ടുള്ള environmental factors പറയുന്നു the ecological features of the establishment the economic or market constraints and the locus and the balance of power prevalent in society clear ആണോ അവിടെ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിലും environmental forces, technological characteristics, market economic budgetary constraints, balance or distribution of power. ഇവിടെ നമ്മൾ സമൂഹത്തിൽ വരുന്ന ആ മാറ്റങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല പൊളിറ്റിക്കൽ ആയിട്ടുള്ള ശക്തികൾ കൂടി വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യാം നമുക്കറിയാം ഗവൺമെന്റ് അല്ലെ മാറി വരുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൂടി ആ ഒരു അക്സെപ്റ്റും കൂടി അവിടെ കൺസിഡർ ചെയ്യാം അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ഇൻഡസ്ട്രിയെയും എഫക്ട് ചെയ്യാം അല്ലെ യൂണിയനൊക്കെ നമുക്കറിയാം പൊളിറ്റിക്കലിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവിടെ വ്യാപരിക്കുന്നത് സോ തീർച്ചയായിട്ടും ആ ഒരു ബാലൻസും കൂടി അവിടെ ഫോഴ്സ് ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ദെൻ പാർട്ടിസിപ്പൻസിൽ പറയുന്നു യൂണിയൻ മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ് നമ്മൾ കണ്ടതാണ് ദെൻ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് ഐഡിയോളജി അറ്റ് ദ വർക്ക് പ്ലേസ് അല്ലേ നമ്മുടെ ഡെഫിനിഷൻ അതായത് ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച് ജോൺ ഡെവലപ്പ് ഹാസ് ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ച് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത് an industrial relations system at any one time in its development is regarded as composed of a certain actors അല്ലെ അതില് കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് certain context അല്ലെ അവിടെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഐഡിയോളജി അല്ലെ അവിടെ തീർച്ചയായിട്ടും നല്ല തരത്തിലുള്ള ഐഡിയാസ് അത് ഉൾക്കൊണ്ടുകൊണ്ടത് മുമ്പോട്ടും എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഐഡിയാസ് അവിടെ ഉൾക്കൊള്ളേണ്ടതുണ്ട് വിച്ച് ബ്രിങ്സ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം ടുഗദർ അല്ലെ അതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്താ നമ്മുടെ ഇൻഡസ്ട്രി നമുക്ക് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ബോഡി ഓഫ് റൂൾസ് ക്രിയേറ്റഡ് ടു ഗവേൺ ദ ആക്ടേഴ്സ് അറ്റ് ദ വർക്ക് പ്ലേസ് ആൻഡ് വർക്ക് കമ്മ്യൂണിറ്റി ഓക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെല്ലാം റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ലേ സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെ വർക്ക് പ്ലേസും എല്ലാ കാര്യവും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ മാനേജ്മെന്റിനും യൂണിയനും എല്ലാവർക്കും ഫേവറബിൾ ആയിട്ട് തരത്തിലുള്ള രീതിയിലായിരിക്കണം റൂൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ചിൽ എല്ലാ കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലേ ചാർട്ടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ക്ലിയർ ആണോ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് ആണ് ഓക്കെ നമ്മളിത് വ്യത്യസ്ത രീതിയിലുള്ള സമീപനങ്ങളാണ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പോയത് അതില് പലതരത്തിലുള്ള രീതികളിലുള്ള അല്ലെ വ്യക്തികളുടെ വരെ സമീപനങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അല്ലെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് അവരുടെ സമീപനം എന്താണ് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ അപ്രോച്ച് ഗാന്ധിയൻ അപ്രോച്ച് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച് അല്ലെ ഈ അപ്രോച്ചിലേക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ വന്ന് കാണാറുണ്ട് ഇതില് ഡെവലപ്മെന്റില് നമ്മൾ കാണാറുള്ള മിക്കപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ എൻവയറമെന്റൽ ഫോഴ്സസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഐഡിയോളജീസ് കൂടി ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് സമീപനം കാഴ്ചവെക്കുന്നത് ആരാണ് അല്ലെ ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ചിലാണ് ഐഡിയോളജീസിനെയൊക്കെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു അപ്രോച്ച് സമീപനം കാഴ്ചവെക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം ഓക്കെ
ഐഡിയോളജി എന്നൊക്കെ പറയുമ്പോൾ ഓർത്ത് വയ്ക്കുക, അത് ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ചിലാണ് പറയുന്നത്. ഇതേമാതിരി തന്നെ ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡെവലപ്മെന്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ യൂണിയൻ മാനേജ്മെന്റ് ഗവൺമെന്റ് ആണ്. ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണ്. നമ്മൾ കണ്ടിരുന്നു ഈ എംപ്ലോയി റിലേഷൻസ് നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെ. കാരണം നല്ല രീതിയിലുള്ള ബെറ്റർ കമ്മ്യൂണിക്കേഷനും വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ അല്ലെ തർക്കങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ യൂണിയനൊക്കെ ഇടപെട്ട് പരിഹരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഗോള് വലിയ പ്രശ്നമില്ലാതെ തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ സിൻസിയർ ആയിട്ട് എംപ്ലോയീസ് ആണെങ്കിലും വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ തൊഴിലുടമ എത്ര ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നാലും അത് ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എവിടെയും ആവശ്യമാണ് അല്ലെ. ഏതൊരു ഇൻഡസ്ട്രിയിലെയും വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. ഇനി പ്രധാനപ്പെട്ട എംപ്ലോയി റിലേഷൻസിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസിൽ ഫസ്റ്റ് വൺ മിനിമൈസസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. ആദ്യം തന്നെ അത് തന്നെയാണ് പറയുന്നത്. നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എപ്പോഴും അല്ലെ നമ്മള് പറയില്ലേ സഹോദരന്മാരൊക്കെ തമ്മിൽ തർക്കങ്ങൾ എപ്പോഴും ഉണ്ടാവും, പക്ഷെ അവര് നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താണ് അത് എപ്പോഴും മാഞ്ഞു പോകും അല്ലെ. കാരണം അത് എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ചയിൽ അത് അവസാനിച്ചു പോകും എന്ന് പറഞ്ഞ മാത്രമേ തന്നെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തർക്കങ്ങൾ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ prone to industrial disputes which occur as the result of various differences. For example, failure to fulfill a basic human desires or lacking sufficient motivation to gain satisfaction, etc. ഓക്കെ, നമ്മൾ പറയാണ് ഇവിടെ കുറച്ച് അല്ലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ നല്ലൊരു പ്രാധാന്യം ഉണ്ട് എന്ന് പറയാൻ കാരണം തർക്കങ്ങൾ ഡിസ്പ്യൂട്ട്സുകൾ അല്ലെ അത് വളരെ രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിലെ പ്രധാനമായിട്ടും പറയാണ് എന്താണ് ഫെയിലിയർ ടു ഫുൾഫിൽ ബേസിക് ഹ്യൂമൻ ഡിസയർ. അവിടെ തീർച്ചയായിട്ടും ഓരോ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇൻ കേസ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻസിന്റെ ഒക്കെ അഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ആഗ്രഹിക്കുന്ന വിധത്തിൽ നേടാനൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പൊ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ എന്താ പ്രത്യേകത? അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും അല്ലെ. ഇതെല്ലാം ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തി അവര് ഷെയർ ചെയ്യും. സോ അതൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് എംപ്ലോയിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെ വ്യാപരിക്കാനായിട്ട് സാധിക്കും. Then some forms of industrial disturbances also obstruct industrial unity. Example, strikes, lockouts, go slow tactics, grievances, anti-heroes, etc. Okay, ഇപ്പൊ പലതരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് തർക്കങ്ങൾ വരുമ്പോഴെന്താണ് സ്ട്രൈക്കുകളോ ലോക്കൗട്ടുകളോ അല്ലെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ലാഭം വിളിച്ച് പോവുകയോ എന്തെങ്കിലും വർക്കിന്റെ ആ ഒരു ഫ്ലോയിനൊക്കെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി എംപ്ലോയീസ് ഒക്കെ ഒറ്റക്കെട്ടായിട്ടൊക്കെ പ്രവർത്തിക്കുകയായിരിക്കും ചെയ്യുന്നത് അല്ലെ. പക്ഷെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് യൂണിയനൊക്കെ ഇടപെട്ട് അല്ലെ അവിടെ മാനേജ്മെന്റുമായിട്ടൊക്കെ അവിടെ പരസ്പരം ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനെ വരുമ്പോഴെന്താണ് തർക്കങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. All these issues can be handled through good industrial relations. ഇത്തരത്തിലുള്ള എല്ലാ ഇഷ്യൂസുകളും എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും? നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെ. എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചൊക്കെ അവിടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം സൊല്യൂഷൻസ് കണ്ടെത്തി പോകാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചാൽ വരണമെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലെ. അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അവരെല്ലാവരും വരും. അപ്പൊ അവിടെ പ്രശ്നങ്ങളൊക്കെ ഇഷ്യൂസുകളൊക്കെ ഷെയർ ചെയ്യും. അതിനൊരു സൊല്യൂഷൻ ഒക്കെ കണ്ടെത്തി വലിയ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ മാതിരി ലോക്കൗട്ടുകളോ സ്ട്രൈക്കുകളോ അല്ലെങ്കിൽ അപ്പൊ അത് വിളിച്ചുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ലാതെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ ഫസ്റ്റ് പോയിന്റ്? അത് ഖരാബോ എന്നുള്ള ഒരു കാര്യമാണ്. ഇൻഖിലാബാദ് വിളിച്ചു പോകുന്ന ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പരാതികൾ വരാം, ഖരാബോസ് ഇൻഖിലാബാദ് വിളിച്ചു പോകുന്ന ഒരു അതിനെ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ,
ക്ലിയർ അല്ലേ? ആരെങ്കിലും വലിയ ആളായിട്ട് അല്ലെ എന്താ പറയാ നമ്മള് പറയല്ലേ മുൻനിരയിൽ നിന്നുകൊണ്ട് ഇൻക്ലാബാദ് വിളിച്ചു വരുന്ന ചിലപ്പോ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് സ്ട്രൈക്കിലും വർക്കൗട്ടിലൊന്നും പങ്കെടുക്കില്ല. ഒരു കൂട്ടം വ്യക്തികൾ വന്നിട്ട് ഒരു ഇന്ത്യ അല്ലെ ഒരു അവാർഡ്സ് വിളിച്ചുകൊണ്ട് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം വ്യക്തികൾ വന്നാലും നമുക്കറിയാം അവരൊരു പ്രശ്നങ്ങൾ അല്ലെ നല്ലൊരു ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരുമ്പോഴും നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഹീറോയിസ് ക്ലിയർ ആയില്ലേ? ആരെങ്കിലൊക്കെ ഹീറോ ആയിട്ട് മുന്നിട്ട് വന്നിട്ട് ബാക്കിൽ നിന്നല്ലേ കുറച്ചു പേരാണെങ്കിലും അതിൽ പങ്കെടുത്താൽ മതി. പക്ഷെ ചിലപ്പോൾ വേണമെങ്കിൽ നല്ല ഫ്ലോ ആയി പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം അവിടെ ആ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെ ബാധിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും തടസ്സം നേരിടേണ്ടി വരുന്നത് അങ്ങനെ വന്ന് കഴിയുമ്പോഴൊക്കെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇഷ്യൂസുകൾ വരാതിരിക്കാൻ തന്നെ ശ്രമിക്കുകയാണ് ഏത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സാധ്യമാക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻക്രീസസ് വർക്കേഴ്സ് മുറയിൽ എന്താണ് വർക്കേഴ്സിന്റെ മുറയിൽ വർദ്ധിപ്പിക്കുന്ന പറയുന്നത്, അതായത് അവരുടെ മനോവീര്യം വർദ്ധിപ്പിച്ചെടുക്കാനായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ട് സാധിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാവും? നോക്കാം. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻക്രീസസ് ദ വർക്കേഴ്സ് മുറയില് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ വർക്കേഴ്സിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. The employee and the employer think about the benefit of each other. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളി വർക്ക് ചെയ്യുമ്പോൾ അവരെപ്പോഴും തൊഴിലുടമയ്ക്ക് ഗുണം കിട്ടിക്കോട്ടെ എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, തൊഴിലാളികൾക്ക് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കും അല്ലെ. നമ്മൾ എഫേർട്ട് എടുക്കുന്നതനുസരിച്ചിട്ട് റിട്ടേൺ കിട്ടണമെന്നും അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കും. തൊഴിലുടമയാണെങ്കിലും ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടണമെന്ന് അവരും ആഗ്രഹിക്കും. ഓക്കെ, തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നതാണ്. Then workers work eagerly with the achievement of the organizational goals. തീർച്ചയായിട്ടും നമുക്കറിയാം അവര് കഠിനമായിട്ട് തന്നെ അല്ലെ ആത്മാർത്ഥമായിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ അല്ലെ ആകാംക്ഷഭരിതരായിട്ട് eagerly for the achievement of the organization goal. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ആകാംക്ഷഭരിതരായിട്ട്, അതായത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ എന്നുള്ള രീതിയിൽ തൊഴിലുടമയും തീർച്ചയായിട്ടും അത് ഇങ്ങനെ ബില്ലിംഗ് ആയിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞ മാതിരി തൊഴിലാളികളാണെങ്കിലും ഓക്കെ നമ്മള് സക്സസ് ആയിട്ടാണല്ലോ പോകുന്നത് എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. This is because workers believe that they share the same concern as the employer. കാരണം നമുക്കറിയാം എംപ്ലോയീസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് അല്ലെ അവിടെ തീർച്ചയായിട്ടും എംപ്ലോയർ എന്തെങ്കിലും നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും ഷെയർ ചെയ്യും എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻക്രീസ് പ്രൊഡക്ഷൻ അല്ലെ അവിടെ അതനുസരിച്ചിട്ടായിരിക്കും പ്രൊഡക്ഷൻ ഉത്പാദനക്ഷമത കൂട്ടാനായിട്ടായിരിക്കും എപ്പോഴും പരിശ്രമിക്കുന്നത്. This as a result stimulates them to work harder. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ഒരു വിശ്വാസം അവരുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ അധികം അല്ലെ ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഉത്പാദിപ്പിക്കാനായിട്ട് ഇവര് മാക്സിമം എംപ്ലോയീസ് ട്രൈ ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിൽ ഒരു എയിം ഉണ്ട്. ഓക്കെ, കൂടുതൽ ടാർഗറ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു മനോഭാവം അവർക്കുണ്ടാവും അല്ലേ? ആഗ്രഹം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? എംപ്ലോയിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അവര് കൂടുതൽ നമുക്കും അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ തരും എന്നുള്ള ഒരു ആഗ്രഹം എംപ്ലോയറുടെ ഭാഗത്ത് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ തൊഴിലുടമയാണെങ്കിലും ഓക്കെ ഇത് വിചാരിച്ചാലും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പ്രൊഡക്ഷൻ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡിലേക്ക് അവരും എത്തും അല്ലെ. ഓക്കെ, അതനുസരിച്ചുള്ള പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് എംപ്ലോയറും കരുതും. ഇരുകൂട്ടരും തീർച്ചയായിട്ടും അങ്ങനെ ഒരു എയിമിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അല്ലെ. കൂടുതൽ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് നമുക്ക് കിട്ടുമെന്ന് എംപ്ലോയി ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയറും നന്നായിട്ട് കൂടുതലായിട്ട് വർക്ക് അല്ലെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു മൈൻഡോട് കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. Okay, employers also have a feeling that the profit of the firm are not only due to their effort and workers are equally responsible for the increase in production and profit.
ഓക്കെ, നമുക്കറിയാം അവര് എംപ്ലോയേഴ്സും എന്താണ് പ്രധാനമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു മൈൻഡ് വരും. അതായത് ഓക്കെ, എന്റെ എഫേർട്ട് കൊണ്ട് അത് മാത്രമല്ലല്ലോ, അല്ലെ, തൊഴിലാളികളുടെ എഫേർട്ട് കൊണ്ട് കൂടിയാണല്ലോ ഇത്രയും പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റിയത് എന്നുള്ള ഒരു മനോഭാവം തൊഴിലുടമയ്ക്കും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാ ഉണ്ടാവുക? നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. Therefore, workers should be given an equal share of the benefit. സോ അങ്ങനെ വരുമ്പോഴെന്താണ്, ഈ കിട്ടിയ അധിക വരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലാളികൾക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് അവര് ആഗ്രഹിക്കും. ആര്? തൊഴിലുടമ ആഗ്രഹിക്കും എന്നുള്ളതാണ്. ഇതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻക്രീസസ് വർക്കേഴ്സ് മറയില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അതായത് തൊഴിലാളികൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തൊഴിലുടമ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ തരും എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം അവർ നേടിയെടുക്കുന്നത് നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഓക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു മനോഭാവം അവരിൽ കൊടുക്കാനായിട്ട് എംപ്ലോയർക്ക് സാധിക്കും. സോ അതനുസരിച്ചിട്ട് അവര് മുന്നോട്ട് പോകാനായിട്ട് ആത്മാർത്ഥമായിട്ട് തൊഴിലാളികൾ തയ്യാറാവുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇൻക്രീസ് വർക്കേഴ്സ് മറയില് അതേസമയം നമുക്കറിയാം തൊഴിലുടമ കുറച്ച് ടാർജറ്റ് ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് അവരവരുടെ നാട്ടിലും ഒരു റിലേഷൻഷിപ്പും ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ വരുമ്പോൾ തൊഴിലാളികള് തോന്നിയ മാതിരി വർക്ക് ചെയ്യും. കാരണം നമുക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താലും പ്രത്യേകിച്ചൊന്നും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കും അവര് വർക്ക് ചെയ്യുന്നത്. സോ അവരെന്ത് ചെയ്യും? അവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി മാത്രം നിർവഹിച്ചു പോകാനായിരിക്കും അവര് ശ്രമിക്കുന്നത്. അതേസമയം തൊഴിലുടമകൾ ഈ പറഞ്ഞ മാതിരി ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുമ്പോൾ ഇവർ നന്നായിട്ട് ടാർജറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം അവിടെ വരുന്നുണ്ടെങ്കിൽ എന്താണ്, എംപ്ലോയീസ് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോവാ. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻക്രീസ് ദ വർക്കേഴ്സ് മൊറൈൽ, അല്ലെ? അവിടെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് വർക്കേഴ്സിന്റെ മൊറൈല് ഇൻക്രീസ് ചെയ്യുള്ളൂ. അതായത് വർക്കേഴ്സിന്റെ മനോവീര്യം വർദ്ധിക്കുകയുള്ളൂ. അതല്ല റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ അവര് എന്താ പറയാ, എങ്ങനെയെങ്കിലും ടാർജറ്റുകൾ എങ്ങനെയെങ്കിലും അറ്റൈൻ ചെയ്യാൻ മാത്രമായിരിക്കും ശ്രമിക്കുക, ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. ഇതാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ന്യായമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം നൽകാനായിട്ട് പറ്റുന്നു, അല്ലെ? എന്താണ് ഉദ്ദേശിക്കുന്നത്? The workers must be given enough of monetary and non-monetary motivation so that they can live a balanced life. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെ, എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഷെയർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെ? ഇപ്പോ ടൈമിൽ എത്താൻ പറ്റുന്നില്ല, അല്ലെ? നമ്മുടെ എന്താ പറയാ ട്രാവലിംഗ് സൗകര്യങ്ങൾ ഇത്തിരി അസൗകര്യമുണ്ട്, അങ്ങനെയൊക്കെ പലർക്കും പല രീതിയിലുള്ള എംപ്ലോയീസിന്റെ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തൊഴിലുടമ അതിനനുസരിച്ചിട്ട് ഒരു ട്രാവലിംഗ് സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനെ സംബന്ധിച്ച് ഗുണകരമാണ്, അതേസമയം തൊഴിലുടമയ്ക്കും ഗുണകരമാണ്, അല്ലെ? നല്ല കൃത്യസമയത്ത് തന്നെ തൊഴിലാളികൾ എത്താനായിട്ട് സാധിക്കുന്നു. സോ ചെറിയ രീതിയിലുള്ള റിസ്ക്, അല്ലെ, ചെറിയൊരു പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലെ? ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് അന്വേഷിക്കുകയും അവരുടെ പ്രോബ്ലംസിലൊക്കെ ഷെയർ ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? വർക്കേഴ്സ് മസ്റ്റ് ബി ഗിവൺ ഇനഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി, അല്ലെ? സാധാരണ രീതിയിൽ പേയ്മെന്റ് ബേസിക് പേ നമുക്കറിയാം മോണിറ്ററി ആയിട്ട് തന്നെ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനപ്പുറമാണ് ഇത്തരത്തിലുള്ള ട്രാവലിംഗ് സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കേണ്ടത്. അത് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് മനസ്സിലാക്കിയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. This is possible only when the industrial relation between the workers and the management are handling. Okay, നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ട്രാവലിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ കാറ്ററിംഗ് പ്രോബ്ലംസ് ആവശ്യമായല്ലേ, കറക്റ്റ് നേരത്തെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഫുഡിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭ്യമല്ലെങ്കിൽ കാറ്ററിംഗ് സൗകര്യമൊക്കെ വേണം എന്നുള്ള ആവശ്യങ്ങൾ തീർച്ചയായിട്ടും തൊഴിലുടമ അറിയണമെങ്കിൽ നമുക്കറിയാം ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്, അല്ലെ? ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കറിയാം പല ഇൻഡസ്ട്രികളും പലതരത്തിലുള്ള ആനുകൂല്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. കാരണം
അവിടുത്തെ എംപ്ലോയിക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കിയിട്ടാണ് തൊഴിലുടമ ഇത്തരത്തിലുള്ള എന്തെങ്കിലും എംപ്ലോയിക്ക് അനുയോജ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുന്നത്. അത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? പോയിന്റ് ഓക്കെ. നെക്സ്റ്റ് നോക്കാം, ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. ഓക്കെ, നമുക്കറിയാം സൗകര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അല്ലെ നമുക്ക് നോക്കാം. If the organization has a supportive and cooperative atmosphere, changes are easily accepted. ഓക്കെ, നമുക്കറിയാം നല്ല സഹകരണത്തോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എന്ത് ചേഞ്ചസ് വരികയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൂട്ടരും തയ്യാറാവും. റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നീ പറഞ്ഞ മാത്രമേ ചിലപ്പോൾ ഈസിലി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. As a result of this, the benefits of all the most recent innovations, inventions, and other technical advances can be utilized effectively. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രി തുടങ്ങിയ സമയത്തുള്ള ഈ പറഞ്ഞ മാതിരി നമ്മൾ അല്ലെ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് തിയറിയിൽ പറഞ്ഞ മാതിരി ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം വന്നതനുസരിച്ച് നമുക്കറിയാം വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ടെക്നിക്കൽ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബുദ്ധിമ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ എന്താണ് അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എംപ്ലോയി തയ്യാറാവണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം as a result of this, the benefit of all the most recent inventions and other technical advances can be utilized effectively. നമുക്കറിയാം അവരെ അക്സെപ്റ്റ് ചെയ്യും. എംപ്ലോയീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ അവര് പറയുമായിരിക്കും ഇൻ കേസ് പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാണെങ്കിൽ നമുക്ക് അതിന്റെ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണെന്ന് തീർച്ചയായിട്ടും തൊഴിലാളികൾ ആവശ്യപ്പെടുകയായിരിക്കും. അതനുസരിച്ചിട്ടൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുകയും അതിനോടനുസരിച്ചിട്ട് തന്നെ അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. The workers understand the need of the hour and willingly adapt themselves to the required changes. ഓക്കെ, നമുക്കറിയാം ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് എന്താണെന്ന് അത് അല്ലെ അവരെ മനസ്സിലാക്കുകയും എംപ്ലോയീസ് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരെ ശ്രമിക്കുകയും ചെയ്യും. Thus, peaceful industrial relations are important for both the employees and the employers. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പീസ്ഫുൾ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം അല്ലെ ഒരു തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും ആവശ്യമാണ്. തൊഴിലാളി പറയുകയാണെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യില്ല, ഞങ്ങളുടെ അല്ലെ യോഗ്യതയും ഇതൊക്കെ അനുസരിച്ചിട്ട് ഈ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതേ തുടരാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മളെ വാശി പിടിച്ചാൽ നമുക്കറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കൂട്ടിക്കൊണ്ട് വരും. കാരണം ഇന്നോവേറ്റീവായ കാലഘട്ടത്തിനോടനുസരിച്ചിട്ട് തന്നെ കമ്പനി മുന്നേറാൻ പോവേണ്ടത് ആവശ്യമാണ് അല്ലെ. തീർച്ചയായിട്ടും അതല്ല നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ എംപ്ലോയർ പറയുകയാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ മുന്നേറാം, സോ നിങ്ങൾ ഏറ്റവും കൂടി ഇന്ന കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം അല്ലെ, അത് നിങ്ങൾ ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തീർച്ചയായിട്ടും തൊഴിലുടമ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എംപ്ലോയി വില്ലിങ് ആവും. എങ്ങനെയാണെങ്കിൽ നല്ല ബെറ്റർ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ് അല്ലേ? ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ പീസ്ഫുൾ ഇൻഡസ്ട്രി റിലേഷൻസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് അല്ലെ. ഇൻ കേസ് എന്താണ് പീസ്ഫുൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾക്കൊക്കെ ഒരുപോലെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സമാധാനപൂർവ്വമായിട്ട് പോകണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മതിയായ തീരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം, മേക്സ് കളക്റ്റീവ് ബാർഗൈനിങ് എഫക്റ്റീവ്. ഇതാണ് ഇതിലെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തൊഴിലുടമയുടെ പ്രോഫിറ്റ് ലക്ഷ്യമിടുന്നതോടൊപ്പം തന്നെ തൊഴിലാളികളുടേതായിട്ടുള്ള അല്ലെ അവരുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും തൊഴിൽ ചെയ്യുന്നത്. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്തെങ്കിലുമൊക്കെ വിലപേശൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹാർമോണിയസ് ഇൻഡസ്ട്രി റിലേഷൻസ് ആണ് very crucial for effective collective bargaining, beneficial both the parties. That is the employee and the employer to arrive at such an agreement which is beneficial for both of them. Okay, നമുക്കറിയാം ഐക്യത്തോട് കൂടിയിട്ട് എല്ലാ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് അല്ലെ, ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഐക്യത്തോട് കൂടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, അതായത് തൊഴിലാളി ബന്ധം അത് നല്ല ഐക്യത്തോട് കൂടിയിട്ട് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം
അല്ലെ ഇരു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചുള്ള പ്രോഫിറ്റ് അല്ലെ അവർക്ക് എംപ്ലോയീസിനും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് എംപ്ലോയർ തയ്യാറാവേണ്ടതാണ്. ചിലപ്പോൾ അവര് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നല്ലൊരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും അല്ലെ. ഇപ്പൊ ചൂടുകാലം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചിലപ്പോൾ എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം എംപ്ലോയി ആഗ്രഹിക്കുന്നത്. സോ എംപ്ലോയിയുടെ എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് വിലപേശി ചോദിക്കുമ്പോൾ യൂണിയന്റെ നേതൃത്വത്തില് എംപ്ലോയറിൽ നിന്ന് അത് ആവശ്യപ്പെടുമ്പോഴും തീർച്ചയായിട്ടും നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും അല്ലെ. തൊഴിലുടമയ്ക്കും ഒരുപാട് റിസ്ക് എടുക്കാതെ തൊഴിലാളികളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന വിധത്തിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കുമ്പോഴാണ് അത് ആ ഒരു എഗ്രിമെന്റിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ചർച്ച സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇരുകൂട്ടരും ഉൾക്കൊള്ളണമെങ്കിൽ എന്താണ് ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നോക്കാം ഹാർമോണിയസ് ഇൻഡസ്ട്രി റിലേഷൻസ് ആർ വെരി ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ. നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തണമെങ്കിൽ വിലപേശി അവനവന്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ഐക്യത്തോടു കൂടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവശ്യമാണ്. അത് എടുത്ത് പറയുന്നുണ്ട് തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അല്ലെ പരസ്പര യോജിപ്പോട് കൂടിയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലെ. ഹെഡിങ് വെച്ച് തന്നെ മനസ്സിലാക്കി പോയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെന്റൽ റെവല്യൂഷൻസ് ആണ്. എന്താണ് മെന്റൽ റെവല്യൂഷൻസിൽ പറയുന്നത്? നോക്കാം. The process of a joint consultation between employee and employer opens the path for individual democracy. ഓക്കെ നമുക്കറിയാം അല്ലെ എന്താണ് സംയുക്തമായിട്ടുള്ള ഒരു കൂടിയാലോചനയിൽ കൂടിയാണ് നമ്മുടെ അല്ലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. The process of a joint consultation between അല്ലെ സംയുക്തമായിട്ടുള്ള ഒരു കൂടിയാലോചന നടത്തിയിട്ടാണ് തൊഴിലാളികളുടെയും തൊഴിലാളികളുടെയും ആഗ്രഹങ്ങൾ അല്ലെ അവരുടെ അനുയോജ്യമായിട്ടുള്ള നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസിന് വ്യത്യസ്ത ആഗ്രഹങ്ങളായിരിക്കും. ഈ പറഞ്ഞ ട്രാവലിംഗ് പരിപാടി അലവൻസ് അല്ലെങ്കിൽ ട്രാവലിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാ എംപ്ലോയീസിനും ആഗ്രഹിക്കണമെന്നില്ല. കാരണം ആ ഫേമിനോട് അടുത്ത് ചേർന്നിരിക്കുന്ന കിടക്കുന്ന തൊഴിലാളികളാണെങ്കിൽ അവർക്ക് അതിന്റെ അല്ലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിട്ടേൺസ് ഒന്നും കിട്ടില്ല. കാരണം അവർക്ക് അല്ലെ ഈ പറഞ്ഞ ട്രാവലിംഗ് ബസ്സും കാത്തൊക്കെ നിൽക്കേണ്ട അവരുടെ ആവശ്യകതയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ചു പേർക്ക് അത് ആവശ്യവുമായിട്ട് വരാം. സോ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസിന് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ അല്ലെ അവരവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒരു നല്ല തരത്തിലുള്ള ഡിസിഷൻ എടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കൂടുതൽ അല്ലെ മോസ്റ്റ് ഓഫ് ദത്തിന് എന്താണ് ആവശ്യമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. നല്ലൊരു ബെറ്റർ ജോയിന്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ അല്ലെ അവിടെ നടക്കുമ്പോഴാണ് സംയുക്ത കാര്യങ്ങളൊക്കെ ഒന്നിച്ച് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുമ്പോഴാണ് മോസ്റ്റ് ഓഫ് സമയം എന്താണ് ആവശ്യം എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. This encourages the workers to perform excellently and consequently get a share in the profit of the organization together with the management. Okay, നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള മാനസിക അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതും പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്കും കൂടി കിട്ടും എന്നുള്ള ഒരു മനോഭാവം എംപ്ലോയിയുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അവരെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന് പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള നല്ലൊരു ജോയിന്റ് കൺസൾട്ടേഷൻ ഒക്കെ നടക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആ പ്രോഫിറ്റ് ഷെയറിംഗ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനങ്ങൾ എത്തിപ്പെടാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. ഇൻഡസ്ട്രി റിലേഷൻസ് ടോട്ടലി ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾക്ക് മാത്രമല്ല തൊഴിലുടമയ്ക്കും അവരുടെ കാഴ്ചപ്പാടിലും ഈ ഇൻഡസ്ട്രി റിലേഷൻസ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ടോട്ടലി ചേഞ്ചസ് ആണ് അല്ലെ. അവർക്ക് തൊഴിലുടമയ്ക്ക് മാത്രം നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞ മാതിരിയുള്ള നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് കൂടിയിട്ടാണ്. സോ ഇരു കൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ അവർക്കൊക്കെ അല്ലെ അവരെല്ലാം മനസ്സിലൊക്കെ നല്ലൊരു ഉത്സാഹത്തോടു കൂടിയിട്ട് തൊഴിൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യം അറേഞ്ച് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. ഓക്കെ ഹെഡിങ്സ് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എത്ര എന്താണ് 9 points ഉണ്ട്. ഓക്കെ ജസ്റ്റ് ഹെഡിങ് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടിലും
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരവരുടെ പ്രശ്നങ്ങൾ തീരുമാനങ്ങൾ കണ്ടെത്താൻ പറ്റും, പ്രോഫിറ്റ് അവർക്ക് മേടിച്ചെടുക്കാൻ പറ്റും, അല്ലെ, അവർക്ക് എന്തെങ്കിലും വിലപേശി നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞു പോകുന്നത്. Then facilitates workers development. മറ്റൊരു കാര്യം പറയുന്നത് തൊഴിലാളികളുടെ ഡെവലപ്മെന്റ്, അല്ലെ, തൊഴിലാളികളുടെ വികസന കാര്യങ്ങൾക്ക് ഇത് നല്ല റിലേഷൻഷിപ്പ് ആവശ്യമാണെന്നുള്ളതാണ്. ഇനി harmonious climate, new programs like labor welfare facilities, training facilities, etc. Okay, നമുക്കറിയാം നല്ല ഐക്യത്തോടു കൂടിയിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ അതേമാതിരി തൊഴിലാളികൾക്ക് അല്ലെ എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ആവശ്യമാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവരുടെ വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും. Can be introduced that help of in development of workers. ഇങ്ങനെ ഫെസിലിറ്റീസ് അല്ലെ, ഇങ്ങനെ ട്രെയിനിങ് സൗകര്യങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ എന്താ പ്രത്യേകത, നമ്മളുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യും, അല്ലെ. നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടിക്ക് ഇടയ്ക്കിലാണ് പുതിയ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം എംപ്ലോയീസിന്റെ നിലവിലുള്ള നോളജ് അല്ലെങ്കിൽ കഴിവ് കുറച്ചും കൂടി വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. These programs enhance the skills of workers and result in increased productivity at a lower cost. നമുക്കറിയാം തൊഴിലുടമയ്ക്കും ഇതുകൊണ്ട് ഗുണമുണ്ട്, അല്ലെ. തൊഴിലാളിക്ക് അറിവും കഴിവും വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവര് നല്ല മാക്സിമം സ്പീഡോട് കൂടിയിട്ട് അവരുടെ മുമ്പിലുള്ള ഡ്യൂട്ടികള് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കുകയും ചെയ്യും. തൊഴിലുടമയ്ക്കും ഗുണകരമാണ്, തൊഴിലാളികൾക്കും ഗുണമാണ്, അല്ലെ. തൊഴിലാളികൾക്കാണെങ്കിൽ അവരുടെ സ്കില്ല് നോളജ് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നു, തൊഴിലുടമയ്ക്കാണെങ്കിൽ കുറഞ്ഞ ചെലവില് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? 7th പോയിന്റ് ആണോ? ആൾക്കാർ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ടോ? യെസ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. റെഡ്യൂസസ് വേസ്റ്റേജ്. വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാലോ, അല്ലെ. നമുക്കറിയാം നല്ലോണം ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവിടെ വന്ന് കൺട്രോൾ ചെയ്യും, അല്ലെ. കൂടുതൽ അലസമായിട്ട് ഇരിക്കുകയാണെങ്കിലും അല്ലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് ശരിയായ രീതിയിലെല്ലാം കൈകാര്യം ചെയ്യുമെങ്കിലൊക്കെ അവിടെ ഇടപെട്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് നടപടികൾ എടുത്തു പോകും, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം വേസ്റ്റേജ് ഒക്കെ പറഞ്ഞു വരാനുള്ള സാധ്യത. ഇൻഡസ്ട്രി റിലേഷൻസ് ആണ് ഓൾവേസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് അക്നോളജ്മെന്റ് ഓഫ് ഈച്ച് അതേഴ്സ് നീഡ്സ്. ഓക്കെ, നമുക്കറിയാം ഇരുകൂട്ടരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പോകണം. നമുക്കറിയാം തൊഴിലാളി കൂടുതൽ ഉത്പാദിപ്പിക്കുകയും അത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് തൊഴിലുടമ കുറച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ കൊടുക്കുന്നത്. അതല്ല തൊഴിലാളി കെയർലെസ് ആയിട്ട് എന്താ പറയുക കൊടുത്തിരിക്കുന്നതൊക്കെ കൂടുതൽ മാക്സിമം എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റ് ഒക്കെ ഉത്പാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയ്ക്ക് ലാഭവിഹിതം കൊടുക്കാനല്ല, അല്ലെ, അവരുടെ ബേസിക് സാലറി തന്നെ കൊടുക്കാൻ മതിയാവാതെ വരും, അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇരുകൂട്ടരും മ്യൂച്വൽ സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് അവരവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സാധിക്കുന്നത്. Enhance production and reduce the wastage of organizational resources, that is man, material and machines, hence safeguarding the national interest. Okay, നമുക്കറിയാം എല്ലാവരുടെയും അല്ലെ ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് അത് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഒരു കെയർലെസ് ആയിട്ടുള്ള മനോഭാവമാണ് കാണിക്കണമെങ്കിൽ അല്ലെ നമുക്കറിയാം റിസൾട്ട് നേടിയെടുക്കാൻ പറ്റില്ല. മെറ്റീരിയൽസ് ആണെങ്കിലും എന്താണെങ്കിലും മെഷീൻസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പോകണം. അപ്പൊ നമുക്കറിയാം അധികം വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ അമിതമായ രീതിയിലൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അവിടെ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് ഇരുവരും ഇരുകൂട്ടരും അതിൻ്റെതായ രീതിയിൽ തൊഴിലാളിയോടും തൊഴിലാളികളാണെങ്കിൽ തൊഴിലുടമയോടും ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, റിഡ്യൂസ് വേസ്റ്റേജ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്യാരണ്ടീസ് സ്മൂത്ത് പ്രൊഡക്ഷൻ. ലാസ്റ്റ് പോയിന്റ് ആണ് എന്താണ് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യത്തിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീസ് സ്മൂത്ത് പ്രൊഡക്ഷൻ. സുഗമമായ ഉത്പാദനക്ഷമത അല്ലെ നോക്കുക. ദ മെയിൻ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഈസ് ദാറ്റ് ഈസ് ഗ്യാരണ്ടീസ് uninterrupted production. Okay, resulting in continuous employment or at all levels of the organization, whether it is for a manager or a worker.
ഓക്കെ, മാനേജർ ആണെങ്കിലും തൊഴിലാളികളാണെങ്കിലും അവിടെ എന്താണ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരവരുടെ ഡ്യൂട്ടിയിൽ വ്യാപൃതരായിരിക്കും. ഒരിക്കലും ഒരു തടസ്സങ്ങൾ വരുത്തി തീർക്കുന്നില്ല അല്ലെ. അവിടെ പറയുന്ന അൺഇൻറപ്റ്റഡ് പ്രൊഡക്ഷൻ അല്ലെ, ഉത്പാദനക്ഷമതയ്ക്ക് ഉത്പാദനത്തിന് ഒരു തടസ്സമായിട്ട് ഇരുകൂട്ടരും നിലകൊള്ളുന്നില്ല. എംപ്ലോയി ആണെങ്കിൽ അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നല്ല യഥാവിധി നിർവഹിച്ചു പോകുന്നു. മാനേജേഴ്സ് ആണെങ്കിലും അല്ലെ, ഇത് നമുക്കറിയാം ഇവരുടെ ആവശ്യങ്ങൾ, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് കൈകാര്യം ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു തടസ്സങ്ങളും നേരിടേണ്ടി വരുന്നില്ല. Due to continuity of a production, all the organizational resources are effectively used, which leads to higher production for the firm and continuous earnings for the workers. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ നല്ല രീതിയിൽ പോകുമ്പോഴെന്താണ് തീർച്ചയായിട്ടും നമുക്കറിയാം അത് കണ്ടിന്യൂറ്റി കിട്ടുന്നു അല്ലെ. ആ പ്രൊഡക്ഷന് യാതൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് ഓർഗനൈസേഷനിലെ എല്ലാ റിസോഴ്സസും അല്ലെ, എല്ലാ തരത്തിലുള്ള വിഭവശേഷിയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. മെന്നാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും അല്ലെ, മെഷീനാണെങ്കിലും എല്ലാം തന്നെ മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ഹയർ പ്രൊഡക്ഷൻ, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതനുസരിച്ചിട്ടുള്ള ഏണിങ്സും നേടിയെടുക്കാൻ സാധിക്കുന്നു. ഏണിങ്സ് നേടിയെടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം വർക്കേഴ്സിനും അതിനനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുന്നു. സോ ഇരു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ഗ്യാരണ്ടീസ് സ്മൂത്ത് പ്രൊഡക്ഷൻ അല്ലെ, അവിടെ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും അതിനൊരു തടസ്സം നിൽക്കാതെ തന്നെ അല്ലെ, അപ്പൊ ഡെയിലി വർക്കുകൾ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. കാരണം ഇരുകൂട്ടരും അവരവരുടേതായിട്ടുള്ള ഇൻകേസ് എംപ്ലോയീസിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ മാനേജ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു കൊടുക്കുകയാണ്. സോ അവിടെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒക്കെയാണോ? ക്ലിയർ അല്ലേ? എല്ലാ പോയിന്റ്സും വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഹെഡിങ്സുകള് മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, മൈൻഡിലേക്ക് വന്നു. ഓക്കെ, അടുത്ത ഭാഗത്തുള്ളത് ട്രേഡ് യൂണിയൻസ് ആണ്. എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ നിലകൊള്ളുന്നത്? ട്രേഡ് യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണോ എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണോ? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അല്ലെ. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ അവിടെ ഏതൊരു ഇൻഡസ്ട്രിയിൽ വ്യാപൃതമാകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ട്രേഡ് യൂണിയൻസ് എന്നും അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും വ്യത്യസ്ത വ്യക്തികളുടെ വീക്ഷണ അല്ലെ ഡെഫിനിഷനുകളുണ്ട്. അതിൽ ഒരുപാട് അല്ലെ കാര്യങ്ങളുണ്ട്. റീസൺസ് ഫോർ എംപ്ലോയിങ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ, ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്.
നമുക്കറിയാം മിക്കവാറും കമ്പനികളിലെല്ലാം ഇന്ത്യൻ കമ്പനികളിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്കറിയാം കോളേജ് സെക്ഷനിലെ ലെവലിൽ തുടങ്ങി നമുക്കറിയാം ഓരോരോ യൂണിയനുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ യൂണിയനുകളാണ് ഓരോ കൂട്ടരെയും കൂടി ഹെൽപ്പ് ചെയ്ത് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. എംപ്ലോയീസിനെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് അവരെ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ബലം കൊടുത്ത് അവരുടേതായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് ശ്രമിക്കുന്നത്. Trade union, meaning a definition of trade union, to represent their goals and their interest in a better manner. The employee can join an organization which is called trade union. Okay, trade union എന്ന് പറയുന്നത് നമുക്കറിയാം അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. ആര് റെപ്രസെന്റേറ്റീവ് ആയിട്ട്? എംപ്ലോയറുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻ ജോയിൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് കോൾഡ് ട്രേഡ് യൂണിയൻ. അവിടെ തൊഴിലാളികളുടെ ഇൻട്രസ്റ്റ് അത് ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടി their goals and their interests in a better manner, നല്ല രീതിയിൽ തന്നെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങള് അല്ലെങ്കിൽ താല്പര്യങ്ങള് അതെല്ലാം പരിഹരിച്ചെടുക്കാനായിട്ട് അവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് തൊഴിലുടമയോട് ചേർന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിലകൊള്ളുന്നതാണ് ട്രേഡ് യൂണിയനുകൾ. Then for this employees pay an annual fee and in response to it their interest and powerfully represented. തീർച്ചയായിട്ടും നമുക്കറിയാം ചെറിയൊരു ആനുവൽ ഫീയോട് കൂടിയിട്ടൊക്കെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അവരെ തീർച്ചയായിട്ടും നമുക്കറിയാം പവർഫുള്ളി ആയിട്ട് അല്ലെ നല്ല ശക്തിയോട് കൂടിയിട്ട് തന്നെയുള്ള ഒരു പിൻബലം എംപ്ലോയീസിന് ലഭ്യമാക്കുകയാണ്. അതായത് അവരുടെ അവകാശങ്ങളൊക്കെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട്. This is a more effective than negotiating for such rights with the employer on an individual basis. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടാണ് അല്ലെ തീർച്ചയായിട്ടും എംപ്ലോയറെ ചെയ്യുന്നത്. Okay, അപ്പോൾ നമുക്ക് നോക്കാം. This is more effective than negotiating for such rights with the employer on an individual basis. The trade unions are formed when workers join together. Okay, നമുക്കറിയാം ട്രേഡ് യൂണിയന്റെ ഒപ്പം തന്നെയാണ് വർക്കേഴ്സ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത്. There are also known as organizations of workers against the management. മാനേജ്മെന്റിന് എതിരായിട്ട് വർക്കേഴ്സിനോടൊപ്പം നിന്നിട്ടാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓർഗനൈസേഷന് ഈ ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയനെ വർക്കേഴ്സ് ഓർഗനൈസേഷന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. Such unions help and support the workers a lot. അല്ലെ, യൂണിയനുകൾ ഒരുപാട് വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ഒരു തൊഴിലാളി ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ തൊഴിലുടമയുടെ ഭാഗ്യം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. അതേസമയം യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഭാഗ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ പിൻബലം ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടാതിരിക്കാനായിട്ട് തൊഴിലുടമയ്ക്ക് സാധിക്കാത്ത അവസ്ഥ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷനിൽ വ്യാപൃതമാകുമ്പോൾ തൊഴിലാളികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇതിലെ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്, ഇതിനെ പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് അല്ലെ. വർക്കേഴ്സിന്റെ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് ട്രേഡ് യൂണിയനെ വിശേഷിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി TU ട്രേഡ് യൂണിയൻ തന്നെയാണ് എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അത്രയും മാത്രമേ പറയുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. അറിയാലോ ട്രേഡ് യൂണിയൻ എന്താന്നുള്ളത്, ആർക്ക് വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ അല്ലേ?
Then നമുക്ക് നെക്സ്റ്റ് നോക്കാം. The work of all the workers is affected by their working age, education, family, social background, then psychological factors, skills, culture, attitude, diverse work of others, etc. Okay, നമുക്കറിയാം വർക്കേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെ അവരെ ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പ്രൊമോഷനൊക്കെ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കില്ലേ കിട്ടുന്നത്, ആണോ? വർക്കേഴ്സിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ പ്രൊമോഷനൊക്കെ ലഭ്യമാകുന്നത്, ആണോ? ശരിയാണോ? ശരിയല്ലേ? എക്സ്പീരിയൻസ് ഒക്കെ നോക്കാതെയാണോ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്നത്, ആണോ? ക്ലിയർ അല്ലേ? അതിന് വോയിസ് ക്ലിയർ ആവാതെ ഉണ്ടോ? നോക്കാതെയാണോ? അപ്പൊ മനസ്സിലാക്കാം എന്താണ് അവരെ അല്ലെ. The workers of all the workers is affected by their working age, അവരുടെ ഏജ് കാര്യങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഫാമിലി, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സ്കിൽസ്, അതായത് അവരുടെ കഴിവുകളാണെങ്കിലും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എഡ്യൂക്കേഷൻ ഒക്കെ ആണെങ്കിലും വ്യത്യസ്തമാണ്. നമുക്കറിയാം ഈ വ്യത്യസ്തതകൾ അനുസരിച്ചിട്ട് അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഫേവറബിൾ ആയിട്ടൊക്കെ വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെല്ലാം വ്യത്യസ്തമായിട്ട് വർക്കിനെ റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. Workers always strive for the improvement in the terms and conditions of their jobs. അവരുടെ ജോലിയിലാണെങ്കിലും നമുക്കറിയാം അവരുടെ എപ്പോഴും അല്ലെ അവരെ എപ്പോഴും എന്താണ് അവരെ കുറച്ചും കൂടി സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്നായിരിക്കും, അവര് കുറച്ചും കൂടി സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നായിരിക്കും ഏതൊരു എംപ്ലോയിയും അതൊക്കെ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറെ സാധ്യതകൾ അവിടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സാധ്യതകളും അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. സോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ അല്ലെ അവിടെ എന്താണ് പിന്തുണയായിട്ട് നിൽക്കുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഓരോ എംപ്ലോയീസിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം. അവർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഏജ് ആണെങ്കിലും എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. സോ അത് എപ്പോഴും ഇംപ്രൂവ് ചെയ്തെടുക്കണമെന്നായിരിക്കും ഏതൊരു തൊഴിലാളിയും ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? ഏതൊരു തൊഴിലാളിയും അവനവന്റെ ലെവല് അല്ലെ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതിന് പ്രധാനത്തില് അതിന് എന്താണ് പിന്തുണ കൊടുക്കുന്നത് ആരായിരിക്കും? ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അവര് പിന്തുണ നേടിയെടുത്തിട്ട് ബാർഗെയിൻ ചെയ്ത് അവരവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളെ കൈവരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗം നെക്സ്റ്റ് ടൈമില് എന്താ പറയാ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് 2 പാരഗ്രാഫാണ് ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെയാണോ? നമ്മൾ ഇന്ന് പഠിച്ച ഈ ഇതിന്റെ പോയിന്റ്സും സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസും ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾ ആ ഹെഡിങ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ച് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രേഡ് യൂണിയൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.